ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കം. പിഎം കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു മറ്റന്നാൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. 2047-ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ സഹകരണ മേഖലയ്ക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. വരാനിരിക്കുന്നത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഭാവിയെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. കോട്ടയം ഐഐഐടിയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ ധനമന്ത്രി മുഖ്യാതിഥിയായി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ സമാപനം. ഐടി മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ പുതിയ ആശയങ്ങൾ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ ദുബായിൽ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 352 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള 3 ദിവസത്തെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ അദ്ദേഹം നാളെ ബാഗേശ്വർ ധാം ശാസ്ത്ര വൈദ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ബീഹാറിലെ ഭാഗൽപൂരിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം പിഎം കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു കർഷകർക്ക് വിതരണം ചെയ്യും. ഭൂവുടമകളായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 തുല്യ ഗഡുക്കളായി നൽകുന്ന പദ്ധതിയാണ് പിഎം കിസാൻ പദ്ധതി. 19ാം ഗഡുവായി 22,000 കോടി രൂപയാണ് പ്രധാനമന്ത്രി തിങ്കളാഴ്ച കൈമാറുന്നത്. ഇത് 9 കോടിയിലധികം കർഷകർക്ക് പ്രയോജനം ചെയ്യും. മൌറീഷ്യസിന്റെ 57ാം ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയാകുമെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കൂലം. അടുത്ത മാസമാണ് പരിപാടി. കരുത്തുറ്റ ഇന്ത്യ മൌറീഷ്യസ് ബന്ധത്തിന്റെ തെളിവാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. 2047-ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിലും $500 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിൽ എത്തിക്കുന്നതിലും സഹകരണ മേഖല സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. പൂനെയിൽ ജനതാ സഹകാരി ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. हरेक व्यक्ति को अपनी क्षमता के अनुसार काम देना और हरेक व्यक्ति को देश के विकास के साथ जोड़ना, हर परिवार को समृद्ध कराना, ये केवल और केवल कोऑपरेटिव मूवमेंट के माध्यम से हो रहा है. इसलिए मोदी जी ने सहकारिता मंत्रालय की स्थापना की और सहकारिता मंत्रालय का मंत्र रखा है सहकार से समृद्धि. സഹകരണ ബാങ്കുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ഇതിലൂടെ എല്ലാ സഹകരണ ബാങ്കുകളെയും ശക്തിപ്പെടുത്താനാകുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. പൊതുഭരണത്തിലുള്ള മികവിന് നൽകുന്ന പ്രധാനമന്ത്രി പുരസ്കാരങ്ങൾക്ക് 1500-ലധികം നാമനിർദ്ദേശങ്ങൾ ലഭിച്ചു. സിവിൽ സർവീസ് ജീവനക്കാരുടെ സംഭാവനകളെ അംഗീകരിക്കുകയാണ് പുരസ്കാരങ്ങളുടെ ലക്ഷ്യം. സിവിൽ സർവീസസ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 21-ന് ന്യൂഡൽഹിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വർദ്ധിച്ചതായും സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഭാവിയാണ് വരാൻ പോകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോട്ടയം ഐഐഐടിയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഉത്തരവാദിത്വപരമായിരിക്കണമെന്നും ശ്രീമതി നിർമ്മല ചൂണ്ടിക്കാട്ടി. No wonder that you're working on IT-related matters, which is already setting up the route for future and a future which is going to be driven by technology. Technology today has literally entered every room of our household. Our lives are so revolving around technology. To make living easier, it is important to have technology applied to all of us in such a way that ease of living comes in for businesses as well as householders. ജമ്മുകാശ്മീരിൽ 2021 ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാർ തുടരാൻ തീരുമാനിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കരസേനകൾ. അന്താരാഷ്ട്ര അതിർത്തിയിൽ അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും ബ്രിഗേഡ് കമാൻഡർമാർ പുഞ്ച് ജില്ലയിൽ ഫ്ളാഗ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയന്റെ 6ാം പതിപ്പ് നാളെ മുതൽ മാർച്ച് 9 വരെ ജപ്പാനിൽ നടക്കും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ ഇരുസേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനികാഭ്യാസത്തിന്റെ ലക്ഷ്യം. സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി 120 അംഗ സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ രാജസ്ഥാൻ സന്ദർശിക്കും. ജയ്പൂർ ദേശീയ സർവകലാശാലയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കേരളത്തിന്റെ IT മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പുതിയ ആശയങ്ങളും പിന്തുണയും ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായ IT റൌണ്ട് ടേബിളിൽ നിന്ന് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. IT മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിലുള്ള വിശ്വാസമാണ് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ കാരണമായതെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം സഹകരണ ഫെഡറലിസത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കുന്നതിനുള്ള യാത്രയുടെ തുടക്കമാണ് ഉച്ചകോടിയെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. 374 കമ്പനികൾ കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപര്യം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. We are focusing for realistic EOE. We are looking for realistic investment proposals. A special committee will be constituted to decide on matters relating to usage of plantation land. And also, government will constitute a minister-level committee to give exemptions from the land rules, land act, our existing acts. 15ാമത് കേരള അന്താരാഷ്ട്ര നാടകോത്സവം ITFOK മന്ത്രി സജി ചെറിയാൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2 വരെ തൃശൂരിലാണ് മേള. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ജീവരേഖയുമാണ് കൃഷിയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ കൃഷി വിജ്ഞാനമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത് കൃഷി വികസിത ഭാരതം എന്നതാണ് 3 ദിവസത്തെ മേളയുടെ പ്രമേയം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. ബംഗ്ലാദേശിനെ കഴിഞ്ഞ മത്സരത്തിൽ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുന്നത്. അതേസമയം ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനോട് 60 റൺസിന് പരാജയപ്പെട്ടിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 352 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിശ്ചിത 50 ഓവറിൽ 8-ന് 351 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 9ാം ഓവറിൽ 2 വിക്കറ്റിന് 59 റൺസ് എടുത്തിട്ടുണ്ട്. ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവ് ഗുൽവീർ സിംഗ് പുരുഷന്മാരുടെ 5000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചു. 13 മിനിറ്റിനുള്ളിൽ ഈ ദൂരം മറികടന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടമാണ് ഗുൽവീർ സ്വന്തമാക്കിയത്. ഈ നേട്ടത്തോടെ സെപ്റ്റംബറിൽ ടോക്കിയോയിൽ നടക്കുന്ന 2025ലെ ലോക ചാമ്പ്യൻഷിപ്പിന് ഗുൽവീർ യോഗ്യത നേടി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം പുരോഗമിക്കുന്നു. ഗോവയിലാണ് മത്സരം. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FCയെ 3-1 പരാജയപ്പെടുത്തി. FIH ഹോക്കി പ്രോ ലീഗിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ അയർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. റിസർവ് ബാങ്ക് മുൻ ഗവർണറും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. സിവിൽ സർവീസസ് എഞ്ചിനീയറിംഗ് തുടങ്ങി ഉന്നത പരീക്ഷകൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ വ്യക്തവും സുതാര്യവുമായ റീഫണ്ട് നയങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ്. നിറവേറ്റാത്ത സേവനങ്ങൾ, വൈകിയ ക്ലാസുകൾ, റദ്ദാക്കിയ കോഴ്സുകൾ തുടങ്ങി പരിശീലന കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്ക് വിദ്യാർത്ഥികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിർദ്ദേശം. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴി വിദ്യാർത്ഥികൾ സമർപ്പിച്ച പരാതികളിലൂടെ 600-ലധികം വിദ്യാർത്ഥികൾക്ക് 1.5 കോടിയിലേറെ രൂപ റീഫണ്ട് ഇനത്തിൽ സർക്കാർ ലഭ്യമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യപ്രദേശ്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കം. PM കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു മറ്റന്നാൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. 2047-ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ സഹകരണ മേഖലയ്ക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. വരാനിരിക്കുന്നത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഭാവിയെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. കോട്ടയം IIITയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ ധനമന്ത്രി മുഖ്യാതിഥിയായി.
ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ സമാപനം. ഐടി മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ പുതിയ ആശയങ്ങൾ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ ദുബായിൽ. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 352 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.